പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ഫെബ്രുവരി 6 തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് കറണ്ട് അഫേഴ്സ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഹൗ മെനി സ്കൂൾ ബിൽഡിംഗ്സ് കൺസ്ട്രക്റ്റഡ് ആസ് പാർട്ട് ഓഫ് ദ ഗവൺമെൻറ്റ്സ് 100-day program will inaugurate by Chief Minister Pinarayi Vijayan on 6th February 2021? സർക്കാരിൻ്റെ 100 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി നിർമ്മിച്ച എത്ര സ്കൂൾ കെട്ടിടങ്ങൾ 2021 ഫെബ്രുവരി 6 തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും? 111 സ്കൂൾ ബിൽഡിംഗ്സ്. 111 സ്കൂൾ ബിൽഡിംഗ്സാണ് 309 കോടി രൂപ മുടക്കി 100 ദിവസത്തെ ഗവൺമെൻറ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 2021 ഫെബ്രുവരി 6 തീയതി ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ കൈമാറുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് തിരുവനന്തപുരത്താണ്, 18 സ്കൂൾ, തൊട്ടുപുറകെ തൃശ്ശൂർ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് വിൽ ബി സെറ്റിംഗ് അപ്പ് ആൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ്? ഏത് സംസ്ഥാന സർക്കാർ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് സ്ഥാപിക്കുന്നത്? ഗുജറാത്തിൽ ഗാന്ധിനഗർ ഡിസ്ട്രിക്റ്റിൽ നസ്മേദ് വില്ലേജിലാണ് ടാറ്റ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ആരംഭിക്കുന്നത്. ഇതിൽ സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ മുതലുള്ള നിരവധി കോഴ്സുകളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസിൽ ആരംഭിക്കുന്നത്. Which company has handed over 3 advanced light helicopters Mk3 to the Indian Navy and 2 ALH to the Indian Coast Guard on 5th February 2021? ഏത് കമ്പനിയാണ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ ALH Mk3 ഇന്ത്യൻ നാവികസേനയ്ക്ക് 3 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് 2 2021 ഫെബ്രുവരി 5 കൈമാറുന്നത്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL. 2021 ഫെബ്രുവരി 5 തീയതി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് HAL ശ്രീ R മാധവൻ 16 ALH കോൺട്രാക്റ്റിൻ്റെ പ്രകാരം അതിൽ നിന്ന് 5 ഹെലികോപ്റ്റേഴ്സാണ് കൈമാറിയത്. ഇതിൽ 3 അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യൻ നേവിക്കും 2 അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും കൈമാറി. Which nation has agreed to shape deeper engagement with India in the field of renewable energy? റിന്യൂവബിൾ എനർജി മേഖലയിൽ ഇന്ത്യയുമായി കൂടുതൽ ആഴത്തിലുള്ള ഇടപെടൽ നടത്താൻ സമ്മതിച്ച രാജ്യം? ബഹ്റൈൻ. 2021 ഫെബ്രുവരി 4 തീയതി നടന്ന ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിൽ വെച്ചാണ് ഇന്ത്യയും ബഹ്റൈനും റിന്യൂവബിൾ എനർജിയിൽ കൂടുതൽ ആഴത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ സമ്മതിച്ചത്. സോളാർ, വിൻഡ് ആൻഡ് ക്ലീൻ ഹൈഡ്രജൻ മേഖലയിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. How many licensing agreements for transfer of technologies for 14 DRDO technologies handed over to the industries? 14 DRDO സാങ്കേതിക വിദ്യകൾ ലൈസൻസിംഗ് എഗ്രിമെൻറ്റ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി പ്രകാരം എത്ര വ്യവസായങ്ങൾക്ക് കൈമാറും? 20 ഇൻഡസ്ട്രീസ്. DRDO 14 ടെക്നോളജീസ് ആണ് ലൈസൻസിംഗ് എഗ്രിമെൻറ്റ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി പ്രകാരം കൈമാറുന്നത്. ഇതിൽ ഇലക്ട്രോണിക്സ്, ലേസർ ടെക്നോളജി, ആർമമെൻറ്റ്, ലൈഫ് സയൻസ്, മെറ്റീരിയൽ സയൻസ്, കോമ്പാറ്റ് വെഹിക്കിൾസ്, നേവൽ സിസ്റ്റം, എയറോനോട്ടിക്സ്, സെൻസേഴ്സ് മുതലായവ 14 ടെക്നോളജീസാണ് ഇൻഡസ്ട്രീസിന് DRDO കൈമാറുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് പ്രൊജക്റ്റഡ് റിയൽ GDP ഗ്രോത്ത് ടു ബി ഹൗ മച്ച് ഇൻ ദി ഫിനാൻഷ്യൽ ഇയർ 2021-22? 2021-22 സാമ്പത്തിക വർഷത്തിൽ യഥാർത്ഥ GDP വളർച്ച എത്രയാണെന്ന് റിസർവ് ബാങ്ക് പ്രവചിക്കുന്നത്? 10.5%. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2021-22 10.5% ആണ് GDP പ്രവചിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഹാഫിൽ 26.2 മുതൽ 8.3% വരെ ആണ് ആ റേഞ്ചിലായിരിക്കും GDP വരിക. മൂന്നാമത്തെ ക്വാർട്ടറിൽ 6.0% റിസർവ് ബാങ്കിൻ്റെ റിപ്പോ റേറ്റ്
4% തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. Which company from the US has withdrawn its application for emergency use authorization of its COVID-19 vaccine in India? ഇന്ത്യയിൽ COVID-19 വാക്സിൻ അടിയന്തര ഉപയോഗത്തിനുള്ള അംഗീകാരത്തിനായി US-ൽ നിന്നുള്ള ഏത് കമ്പനി അത് പിൻവലിച്ചു? ഫൈസർ. US-ലെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള ഫൈസർ എന്ന കമ്പനിയാണ് ഇന്ത്യയിൽ COVID-19 വാക്സിൻ അടിയന്തര ഉപയോഗത്തിനുള്ള അംഗീകാരം പിൻവലിച്ചത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ ദിവസം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.